ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ കാണിക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് സുപരിചിതമായ ചുവന്ന കളറിലുള്ള നാരങ്ങ അച്ചാറല്ല, ഇത് വെള്ള അച്ചാർ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള നാരങ്ങ അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു 10-20 നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നാരങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ നാരങ്ങ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തിളപ്പിക്കാതെ നമ്മൾ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞിട്ടിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് റെഡി ആവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ പരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ഓരോന്നായിട്ട് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് അധികം വേണ്ട കേട്ടോ, ഇഞ്ചിയൊക്കെ കുറച്ച് മതി. അതുപോലെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി കുറച്ച് അധികമായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നാരങ്ങയിൽ അത്യാവശ്യം ഉപ്പുള്ളത് നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ തീരെ യൂസ് ചെയ്യുന്നില്ല, എരിവിന് ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ 4ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എത്ര പീസാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിക്കാം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ, നീരൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 4ആയിട്ട് കീറിയിടുന്നതാണ് നല്ലത്. അതിന് ശേഷം ഒരു 2-3 ടീസ്പൂണ് വിനെഗർ എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം വേണ്ട, എസൻസ് ആയതുകൊണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ചൂടാക്കി തണുപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇന്ന് വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറവാണ്, ആകാശത്തുനിന്ന് അങ്ങനെ എടുത്ത പോലെ ഉണ്ട് അല്ലേ. ട്രൈപ്പോഡ് കുറച്ച് പൊന്തിച്ച് വെച്ച് ഒരു പുതിയ പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ക്ലിയർ ആക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതാ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഒത്തിരി കയ്പ്പ് പോലൊക്കെ തോന്നും കേട്ടോ. 1-2 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്പ്പൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയുമായി വളരെ വേഗം നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.